HMD എന്ന ബ്രാൻഡിന്റെ HMD ഫ്യൂഷൻ 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് HMD ഫ്യൂഷൻ 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. അപ്പം ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.56 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം HD റെസൊല്യൂഷനെ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ 23,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു ഫോണിൽ നമ്മൾ മിനിമം ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ അത് മിസ്സിംഗ് ആണ്. അപ്പം അത് ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ നമ്മൾ AMOLED ഡിസ്പ്ലേയും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും ഇവിടെ മിസ്സിംഗ് ആണ്. LCD പാനൽ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പം 20,000 രൂപയ്ക്ക് മുകളിലൊക്കെ നമ്മൾ മിനിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതും ഇവിടെ മിസ്സിംഗ് ആണ്. പിന്നെ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്ത് ആയിട്ടാണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 600 നിറ്റ്സ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സേ അല്ല ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫുൾ HD റെസൊല്യൂഷനും വരുന്നില്ല, AMOLED ഡിസ്പ്ലേയും വരുന്നില്ല, 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടില്ല. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 202.5 ഗ്രാം ആണ്. തിക്നെസ് വരുന്നത് 8.32 mm ആണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. പിന്നെ iFixൽ ഇതിൻ്റെ പാർട്സ് ഒക്കെ 7 കൊല്ലത്തേക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് തന്നെ റിപ്പയർ ചെയ്യാൻ പറ്റിയുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരു മോഡുലാർ ഡിസൈനും കൂടിയാണ് വരുന്നത്. അതായത് നമുക്ക് എക്സ്ട്രാ ആക്സസറീസ് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇപ്പം വയർലെസ് ചാർജിങ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഡിവൈസ് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു റിംഗ് ലൈറ്റ് ഒക്കെ നമുക്ക് ക്യാമറയുടെ അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റഗഡ് പ്രൊട്ടക്ഷൻ ഒക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എക്സ്ട്രാ ആക്സസറീസ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അതും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ IP52 റേറ്റിംഗ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4 Gen 2 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസ്സറാണ്. 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഇത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ ശരിക്കും ഡിസപ്പോയിൻറ്റിംഗ് ആയി എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ബേസ് വേരിയൻറ്റിൽ 6GB RAM 128GB ഇൻറ്റേർണലാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. ക്ലീൻ ആയിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും ലഭിക്കുക. സ്റ്റോക്ക് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇത് ലഭിക്കുന്നതായിരിക്കും. സോഫ്റ്റ്വെയറിൽ പരസ്യം വരുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ കാര്യമായിട്ട് ബ്ലോട്ട് പേസും ഉണ്ടാവില്ല. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 108 മെഗാ മെയിൻ ക്യാമറ സെൻസർ വരുന്നുണ്ട്. പിന്നെ 2 മെഗാ ഒരു ഡെപ്ത് സെൻസറും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 249 യൂറോസ് എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 23,100 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അല്ല ഇത്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറും ഇതിൽ വരുന്നില്ല. ക്യാമറ സ്പെസിഫിക്കേഷൻ വലിയ തിരക്കേടില്ല എന്ന് പറയാം. എന്നാലും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് മിസ്സിംഗ് ആണ്. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായതിനെ. പിന്നെ ബാറ്ററി സെറ്റപ്പും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ജസ്റ്റ് ആവറേജ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നുള്ളൂ. പക്ഷേ ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ലോങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ മോഡുലാർ ഡിസൈനാണ് വരുന്നത്. എക്സ്ട്രാ ആക്സസറീസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാം എന്നേ ഉള്ളൂ. ബാക്കി ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ല. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും HMD ഫ്യൂഷൻ 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ചിലപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു 20,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എത്തിയേക്കാം. ഇന്ത്യൻ മാർക്കറ്റിലും പൊതുവേ HMD ഓവർ പ്രൈസ്ഡ് ആയിട്ട് തന്നെ ഫോണുകൾ ഇറക്കാറ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.